വർഷം 2020. കോവിഡ് മഹാമാരിയുടെ ഭീകരതയിൽ ലോകം മുഴുവൻ അടച്ചുപൂട്ടപ്പെട്ട സമയം. എല്ലാവരും വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ നഗരത്തിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു വനത്തിൽ ആരും അധികമെത്താത്ത ഒരു വെള്ളച്ചാട്ടത്തിനരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചെറിയ വീടുണ്ടായിരുന്നു. അവിടുത്തെ ശാന്തതയിൽ കുറച്ചു ദിവസം ഒറ്റയ്ക്ക് കഴിയുക എന്നതായിരുന്നു എന്റെ ആഗ്രഹം. വീടിനെക്കുറിച്ച് ഓൺലൈനിൽ തിരഞ്ഞപ്പോൾ അത് കാലപ്പഴക്കം കാരണം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന് ചിലർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവസാനമായി ഒരാൾ ആ വീടിനെക്കുറിച്ച് എഴുതിയത് ഏകദേശം 3 വർഷം മുൻപാണ്. അതുകൊണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഒരു ഊഹവുമുണ്ടായിരുന്നില്ല. അവസാനം ഒരു ചെറിയ വഴിയോരത്ത് കാർ നിർത്തി എന്റെ 2 ദിവസത്തേക്കുള്ള സാധനങ്ങളുമെടുത്ത് ഞാൻ കാടുകളിലൂടെ നടന്നു. യാത്രയ്ക്ക് വ്യക്തമായ വഴികളില്ലാത്തതിനാൽ എന്റെ കൈവശമുള്ള GPS മാത്രമായിരുന്നു ഏക ആശ്രയം. 4 മണിക്കൂറോളം നീണ്ട ദുർഘടമായ കാൽനടയാത്രയായിരുന്നു അത്. കാടിന്റെ ഉൾഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുംതോറും വിജനതയുടെ ഭീകരത എന്നെ വരിഞ്ഞുമുറുക്കാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ ആ ചെറിയ വീടിന് മുന്നിലെത്തി. പുറമേ നിന്ന് നോക്കിയപ്പോൾ ഓടും ഇഷ്ടികയും സിമന്റും ഉപയോഗിച്ചുണ്ടാക്കിയ പഴയ ഒരു വീടാണെന്ന് മനസ്സിലായി. കാലപ്പഴക്കം കാരണം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലായിരുന്നെങ്കിലും ആ കാടിന്റെ സൗന്ദര്യം എന്നെ വല്ലാതെ ആകർഷിച്ചു. വീടിന്റെ വശത്തുള്ള ഇരുമ്പുകൊണ്ടുള്ള പടികൾ ഓരോ ചവിട്ടുമ്പോഴും ഭീകരമായ ശബ്ദം പുറപ്പെടുവിച്ചു. മുകളിലെത്തിയപ്പോൾ ഞാൻ ആ കാഴ്ച കണ്ട് ശരിക്കും സ്തംഭിച്ചുപോയി. വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ചയും ചുറ്റുമുള്ള നിശബ്ദതയും എന്നെ മറ്റെല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തനാക്കി. വീടിനുള്ളിൽ ഒരൊറ്റ മുറി മാത്രമാണുണ്ടായിരുന്നത്. ജനലുകൾ തകർന്നതും ഭിത്തികളിൽ ഈർപ്പം പിടിച്ചതുമായ ആ മുറിയിൽ ഞാൻ എന്റെ സാധനങ്ങൾ വെച്ചു. സ്ലീപ്പിംഗ് ബാഗ് വിരിച്ച് സ്റ്റൗവിൽ ഭക്ഷണം പാകം ചെയ്തു. സൂര്യൻ അസ്തമിച്ചതോടെ ലോകം മുഴുവൻ കൂരിരുട്ടിലായി. കോവിഡ് കാലമായതുകൊണ്ട് ആരെയും കാടുകളിൽ പ്രതീക്ഷിക്കേണ്ടതില്ലായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ പുറത്തെ വരാന്തയിലിരുന്നു. ആരും ഒരു വിളക്കുപോലും ഉപയോഗിക്കാത്തതിനാൽ ഇരുട്ട് കൂടുതൽ ഭീകരമായി തോന്നി. 1 മണിക്കൂറിന് ശേഷം ഞാൻ താഴെ കാടിന്റെ ഇടയിൽ ഒരു വെളിച്ചം കണ്ടു. അതൊരു ടോർച്ചിന്റെ വെളിച്ചമായിരുന്നില്ല. ഒരു തീപ്പന്തം പോലെ ഓറഞ്ച് നിറത്തിൽ മിന്നിമറയുന്ന ഒരജ്ഞാത വെളിച്ചം. അത് മരങ്ങൾക്കിടയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു. ഈ കാടിന്റെ ഉള്ളിൽ, അതും ഈ കോവിഡ് കാലത്ത്, ഒരാൾ ഒറ്റയ്ക്ക് തീപ്പന്തവുമായി സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. വെളിച്ചം കുറച്ചു സമയം അവിടെയെല്ലാം കറങ്ങിയ ശേഷം ഒരു വലിയ മരത്തിന് പിന്നിലേക്ക് മറഞ്ഞു. പിന്നെ അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടില്ല. അല്പം ഭയത്തോടെ ഞാൻ അകത്തേക്ക് തിരികെ പോവാനായി എഴുന്നേറ്റു. അപ്പോഴാണ് ഞാൻ താഴേക്ക് നോക്കിയത്. ആ വീടിന്റെ തൊട്ടുതാഴെ പുൽമേട്ടിലൊരാൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കണ്ട വെളിച്ചത്തിന്റെ ഉടമയാണോ അതെന്ന് എനിക്ക് സംശയമായി. ഞാൻ അവരെ വിളിച്ചു. പക്ഷേ അവർ അനങ്ങുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. ഏകദേശം 10 സെക്കൻഡ് നേരം ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു. പിന്നീട് അയാൾ ഒരു കൈയുയർത്തി എന്തോ അംഗീകരിക്കുന്നതുപോലെ എന്നെ നോക്കി. ആ നിമിഷം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. പക്ഷേ വേറൊരു സഞ്ചാരിയായിരിക്കാമെന്ന ധാരണയിൽ ഞാൻ അകത്തേക്ക് കയറി കതകടച്ചു. ശക്തമായ കാറ്റ് ജനലുകളിൽ അടിക്കുന്ന ശബ്ദവും ഓടുപാകിയ മേൽക്കൂരയിൽ നിന്ന് വരുന്ന ശബ്ദവും. ഒടുവിൽ ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. എത്ര സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ഞെട്ടലോടെയാണ് ഞാൻ ഉണർന്നത്. പുറത്ത് നല്ല ഇരുട്ടായിരുന്നു. കാറ്റിന്റെ ശബ്ദവും നിലച്ചിരുന്നു. അപ്പോഴാണ് ആ ശബ്ദം എന്റെ കാതുകളിൽ പതിഞ്ഞത്. തുരുമ്പിച്ച ഇരുമ്പ് ഗോവണിയുടെ ശബ്ദം. ഒരാൾ മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഓരോ ചുവടിലും ആ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി. എന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. ഞാൻ വേഗം തന്നെ എന്റെ ബാഗുമെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. ഇരുട്ട് നിറഞ്ഞ വരാന്തയിലൂടെ നടന്ന് ഗോവണിയുടെ അടുത്തേക്ക് നോക്കി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഞാൻ താഴേക്ക് നോക്കി. ഗോവണിയിൽ ആരുമുണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും ആശയക്കുഴപ്പത്തിലായി. ഭയവും പരിഭ്രമവും എന്നെ വരിഞ്ഞുമുറുക്കി. അപ്പോഴാണ് എന്റെ പുറകിൽ നിലത്ത് ഒരാൾ ഓടുന്ന ശബ്ദം ഞാൻ കേട്ടത്. വേഗത്തിൽ ഓടിമറയുന്ന ഒരു കറുത്ത രൂപം മാത്രം ഞാൻ കണ്ടു. രണ്ടാമതൊന്ന് ആലോചിക്കാൻ ഞാൻ നിന്നില്ല. വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ ഇരുമ്പ് ഗോവണിയിലൂടെ താഴേക്ക് പാഞ്ഞു. മുകളിലുള്ള ആരോ എന്നെ പിന്തുടരുന്നു എന്ന ഭയം എന്റെ ഹൃദയമിടിപ്പ് കൂട്ടി. ഗോവണിയുടെ പകുതിയെത്തിയപ്പോൾ മുകളിൽ നിന്ന് ഒരു കറുത്ത തല എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിന്നില്ല. താഴെയിറങ്ങി ഞാൻ കാടുകളിലൂടെ അതിവേഗം പാഞ്ഞു. എന്തിനാണ് എന്റെ ബാഗ് എടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ അതിലുള്ള ഫ്ലാഷ് ലൈറ്റും GPS-ഉം എന്നെ കാടിന് പുറത്തേക്കുള്ള വഴി കാണിച്ചു. എന്റെ ജീവൻ രക്ഷിച്ചത് ആ ബാഗാണ്. ഞാൻ തിരികെ കാറിൽ കയറി. പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പാഞ്ഞുപോയി. ആ രാത്രിയും ആ രൂപവും ഇന്നും എന്റെ ഉറക്കം കെടുത്തുന്നു.